പൂർണ്ണമായി ലയിക്കട്ടെ. മനസ്സിനെ കൂടുതൽ കൂടുതൽ അർപ്പിക്കൂ. എപ്പോഴും ഈ പറഞ്ഞത് ഓർക്കുക, മനസ്സിലൂടെ മാത്രമേ എനിക്ക് ഈശ്വരനെ ദർശിക്കാൻ പറ്റുള്ളൂ. ഈശ്വരന് രൂപമില്ല, കാരണം മനസ്സിനെ പോലും നിലനിർത്തുന്ന ശക്തിയാണത്. രണ്ട് ശക്തികൾ തമ്മിലുള്ള ഒരു സംഗമമാണ് ഈശ്വര ദർശനം. ആത്മദർശനം, ഈശദർശനം. ഇതാണ് മഹാനായ രമണ മഹർഷി പഠിപ്പിക്കുന്നത്. ആത്മദർശനമാണ് ഈശ്വര ദർശനം, അല്ലാതെ ശംഖചക്ര കഥാരൂപത്തിൽ കാണലല്ലത്. ഇത് തന്നെയാണ് ജീവാത്മാ പരമാത്മ ഐക്യം. ജീവാത്മാവും പരമാത്മാവും ഒരു പുഴയും കടലും സംഗമിക്കലാണത്. ഇതൊരു ത്രിവേണി സംഗമമാണ്. നിങ്ങൾ ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ത്രിവേണി സംഗമങ്ങൾ. രുദ്രപ്രയാഗ്, ദേവപ്രയാഗ്, അങ്ങനെ ഒരുപാട് പ്രയാഗ് എന്ന് പറഞ്ഞാൽ കൂടിച്ചേരും. ഇപ്പം ഇവിടെ എന്താ കൂടിച്ചേരുന്നത്? നമ്മുടെ ശുദ്ധമായ മനസ്സും ശുദ്ധമായ ബോധവും. അതിന് നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുക. ആ മനസ്സിനെ കൂടുതൽ കൂടുതൽ നമ്മുടെ ആരാധനയിൽ, ജപത്തിൽ, പ്രാർത്ഥനകളിൽ അതിലങ്ങനെ മുഴുക്കിയെടുക്കുക. ആഴണം വാഴണം. അതിലങ്ങനെ ആഴ്ന്നും വാഴ്ന്നും ലയിച്ചും രസിച്ചും നമുക്ക് ആരാധന നടത്താം.